ഞങ്ങളും പോയി ഊട്ടിക്കൊരു യാത്ര. മമ്മിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒന്ന് കറങ്ങണം എന്നുള്ളത്. അങ്ങനെ മമ്മിയേയും കൂട്ടി ഒറ്റ സുപ്രഭാതത്തിൽ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് ഒറ്റ പോക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ ചെന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അസുഖം വരുമെന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്ന് കയറി സൂയിസൈഡ് പോയിൻ്റ് അവിടേക്ക് ഒന്ന് കയറി. ഞങ്ങൾ അവിടുന്ന് എല്ലാം കറങ്ങി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ റൂമെത്തി. ഒരു മലയാളി സെൻ്റർ റൂം തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൂട്ട് റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 2 ബെഡ്റൂം, ഹാള്, കിച്ചണ്, ബാത്റൂം എല്ലാം നീറ്റായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. നന്നായി നമ്മൾ എൻജോയ് ചെയ്തു. അവിടെ താമസിച്ചു. ഫുഡാണെങ്കിലും നല്ല ഫുഡ് തന്നെയായിരുന്നു. ഒരു മലയാളീസ് തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് നീറ്റായിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് റൂമൊക്കെ കുഞ്ഞ് ഫുഡൊക്കെ തരുന്ന സ്ഥലമൊക്കെ ചെറുതായിരുന്നെങ്കിലും നന്നായിട്ട് നീറ്റായിട്ട് ചെയ്തു തന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഊട്ടിയുടെ സകലമാന ഭാഗവും കാണാൻ പറ്റും. അതൊരു വലിയൊരു അനുഗ്രഹമായി. പിന്നെ നമ്മൾ അവിടുന്ന് തപ്പിപ്പിടിച്ച് പോയത് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവിടെ സ്ട്രോബെറി ഇട്ട ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ട് അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ഇതിന് മുമ്പ് ഊട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും അന്നൊന്നും ഇതൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും പിള്ളേർ നന്നായി എൻജോയ് ചെയ്തു. വൈകുന്നേരത്തെ ഫുഡ് അങ്ങനെ അങ്ങ് ഒതുക്കി എന്ന് തന്നെ പറയാം. എന്താണേലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത് കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നൈറ്റ് പോയി സ്റ്റേ ചെയ്തു. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അവിടുന്ന് കറങ്ങാനിറങ്ങി. നേരെ പോയി സ്ട്രോബെറി ഫാമിലേക്കാണ്. ഫാം കാണാൻ വേണ്ടി കുറേ അധികം ദൂരം പോയി. കോത്തഗിരിയുടെ താഴ്ഭാഗത്തായിട്ട് ആണ് ഫാം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മളിതുവരെ പോകാത്തൊരു സ്ഥലം. പിന്നെ ആർക്കും വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ആരോട് ചോദിച്ചാലും അറിയത്തില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ കറങ്ങി ഞങ്ങൾ താഴെ എത്തി. അപ്പോൾ കോത്തഗിരിയിൽ എത്താറായപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി ഇറങ്ങുന്ന വഴിയിൽ. തേയിലത്തോട്ടവും അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാട്ടുപോത്ത്, മാന്, കാട്ടുപോത്തിനെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിള്ളേരൊക്കെ ഈ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇത്ര അടുത്ത് കൂട്ടമായിട്ടും ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പം പിള്ളേർക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. നമ്മളും ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാധനത്തിനെ ആദ്യമായിട്ട് കാണുക. ഇതിങ്ങനെ നടന്ന് മേഞ്ഞ് തിന്നുന്നതൊക്കെ അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 1-2 ഷാളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തേയിലത്തോട്ടത്തിൽ കയറി അവിടെ നമുക്ക് 10-400 രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന ആ സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ തലയിലത് കെട്ടി ഒരു മാലയൊക്കെ ഇട്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ മമ്മിക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. മമ്മിയൊക്കെ അതിങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ കുറച്ച് ദൂരം നടന്നതുകൊണ്ട് തന്നെ മമ്മിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റായി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് താഴെ എത്തി കോത്തഗിരി താഴ്വാരത്തെത്തിയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുക്കാനും പിള്ളേർക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കോത്തഗിരി പാർക്കിൽ കയറി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ 1-2 ഫോട്ടോ എടുക്കാൻ 1-2 സ്ഥലങ്ങളുണ്ടെന്നല്ലാണ്ട് പിള്ളേർക്ക് കളിക്കാനോ എൻജോയ് ചെയ്യാനോ പറ്റിയ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പലരും പറഞ്ഞു നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അവിടെ, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത്. പക്ഷെ പിള്ളേരുടെ വായിലിരിക്കണ മുഴുവനും കേൾക്കേണ്ടി വന്നു. അവിടെ ഒന്നും കളിക്കാൻ കിട്ടിയില്ല. ഒരു ബാറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഷട്ടിൽ കളിച്ചു അവിടെ. അല്ലാതെ ഒന്നും നടന്നില്ല. വരുന്ന വഴിക്ക് കുറച്ചും കൂടെ തേയിലത്തോട്ടത്തിൽ കയറി. അങ്ങനെ കുറേ തേയിലയും ഇതൊക്കെ കണ്ടു. കറങ്ങി തിരിച്ചിറങ്ങുന്ന വഴിക്ക് അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. വരുന്ന വഴിക്ക് നല്ലൊരു കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തി. കാപ്പിക്ക് തീരെ ചൂടില്ലാത്ത പോലെ തോന്നി, തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ. എന്താണേലും അത് കുറേ നേരം അവിടെ നിന്ന് കണ്ടു. അവിടെ 1-2 ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ടെമ്പിളുകൾ. അവിടെ കയറി കണ്ടു. താഴത്തേക്ക് ഇറങ്ങാൻ ആർക്കും മനസ്സുണ്ടായിരുന്നില്ല. കാരണം ഒരു ദിവസം കൊണ്ട് കിട്ടിയാൽ നന്നായി എന്ന് പറഞ്ഞു. നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ 2 ദിവസത്തെ മാക്സിമം ആയിരുന്നു. എന്താണേലും എൻജോയ് ചെയ്ത് പോന്നു.